प्रधानमंत्री किसान सम्मान निधि पीएम किसान की 22वीं किस्त का हस्तांतरण किया जाएगा, जो देश के किसानों के कल्याण हेतु भारत सरकार की एक ऐतिहासिक पहल है। मैं माननीय प्रधानमंत्री महोदय से निवेदन करती हूं कि वे बटन दबाकर पीएम किसान की 22वीं किस्त जारी करने की कृपा करें। എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മാർച്ച് 14-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നാളെ മാർച്ച് 15-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡുവിന്റെ വിതരണമാണ് അല്പസമയം മുമ്പ് നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ആണ് ഈ ഒരു തുക വിതരണം നടത്തിയിട്ടുള്ളത്. ഇതിനകം തന്നെ പല ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ കഴിഞ്ഞ തവണ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ തുക ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു കാര്യം താഴെ കമന്റ് ആയിട്ടൊന്ന് അറിയിക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ കഴിഞ്ഞ ഗഡു മുടങ്ങി ഈ ഗഡു കിട്ടിയിട്ടുണ്ട് എങ്കിലും ആ കാര്യവും കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അസാമിലെ ഗുവാഹത്തിയിൽ വെച്ച് നടന്ന പൊതുചടങ്ങിൽ വെച്ചാണ് പ്രധാനമന്ത്രി 22ാം PM കിസാൻ സമ്മാൻ നിധി തുകയുടെ വിതരണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും എത്താത്ത ആളുകൾക്ക് ആ ഒരു തുക ഉടനെ എത്തിച്ചേരുന്നതാണ്. കഴിഞ്ഞ ദിവസം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു ഫോൺ കോൾ നിങ്ങളെ കേൾപ്പിച്ചിരുന്നു. അതിൽ പറയുന്ന കാര്യം, ഇപ്പോൾ കുടിശ്ശികയുള്ളതിൽ പകുതിയെങ്കിലും കുടിശ്ശിക ഈ മാസം പെൻഷൻ വിതരണം അവസാനം ഉണ്ടാകും, അതിനോടൊപ്പം വിതരണം ചെയ്യും എന്നാണ്. ഇപ്പോൾ 18 മാസത്തെ കുടിശ്ശികയാണ് നിലവിൽ ഉള്ളത്. അപ്പോൾ 8 or 9 കുടിശ്ശിക ഇപ്പോൾ ഈ ഒരു മാസം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിവ്. എന്തായാലും കുടിശ്ശിക ഉണ്ട് എന്ന് ഉറപ്പായിട്ടുണ്ട്. എത്ര മാസത്തേതാണ് എന്ന് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ട് പറയാനാകുന്നില്ല. ഈ മാസം ഫണ്ട് വരും, കുടിശ്ശിക വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കും. അപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികളെ കൈയെടുക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള കുടിശ്ശിക വിതരണം അത് പൂർണ്ണമായിട്ടും വിതരണം ചെയ്യും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല. ബാക്കിയുള്ള എല്ലാ പ്രഖ്യാപനങ്ങളും ഒന്നൊന്നായിട്ട് നടപ്പിലാക്കുമ്പോൾ ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ ഇങ്ങനെ കിടക്കുകയാണ്. പ്രവാസികളുടെയും ഇപ്പോൾ വലിയ താമസിച്ചാണ് ലഭിക്കുന്നത്. ഈ മാസത്തെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവരം. ഫെബ്രുവരിയിൽ ലഭിച്ചിട്ടുള്ളവർ താഴെ നിന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ്, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 25-ാം തീയതി വിതരണം ഉണ്ടാകും. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ വിതരണം ഉടനുണ്ടാകും. അതുപോലെ തന്നെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് 18 മുതൽ 30 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക്, അല്ലെങ്കിൽ ഡിഗ്രി, ഡിപ്ലോമ, ITI, +2 ഒക്കെ കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, ജോലി തേടുന്ന വിദ്യാർത്ഥികൾക്കുള്ള 1 വർഷത്തേക്കുള്ള സ്കോളർഷിപ്പാണ് എല്ലാ മാസവും 1000 രൂപ ലഭിക്കുന്നത്. അതിന്റെ വിതരണം ഈ മാസത്തേത് നടന്നിരിക്കുകയാണ്. കിട്ടിയിട്ടുള്ളവർ താഴെ നിന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം 1000 രൂപയുടെ വിതരണമാണ്. അതിന്റെ 2ാം ഘട്ടമാണ് വിതരണം നടക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ തവണ 10 ലക്ഷത്തോളം ആളുകൾക്കാണ് ലഭിച്ചത് എങ്കിൽ ഈ തവണ 15 ലക്ഷത്തിലധികം ആളുകൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇനി 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുക. അതും വലിയ താമസമില്ലാതെ ആ തുക ഉടനെ എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ്. സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന സ്മാർട്ട് മീറ്റർ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ കണക്ഷനുകളെല്ലാം പ്രീപെയ്ഡ് സംവിധാനത്തിലേക്ക് മാറ്റുന്ന നടപടികൾ പൂർത്തിയായി. ഇതോടെ സംസ്ഥാന സർക്കാർ വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 1,35,000-ലധികം ഉപഭോക്താക്കളാണ് പ്രീപെയ്ഡ് ബില്ലിംഗിലേക്ക് മാറുന്നത്. KSEB ആസ്ഥാനമായ തിരുവനന്തപുരം വൈദ്യുതി ഭവനിലെ സ്മാർട്ട് മീറ്റർ ഓപ്പറേഷൻ സെന്റർ കേന്ദ്രീകരിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ ഏകദേശം 3 ലക്ഷം സ്മാർട്ട് മീറ്ററുകളാണ് സർക്കാർ ഓഫീസുകൾക്ക് പുറമെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകൾ, ഇലക്ട്രിക്കൽ ഡിവിഷൻ അതിർത്തികൾ, സബ്സ്റ്റേഷൻ ഫീഡറുകൾ, ഹൈടെൻഷൻ ഉപഭോക്താക്കൾ എന്നിവർക്കും സ്മാർട്ട് മീറ്ററുകൾ നൽകുന്നുണ്ട്. നിലവിൽ എല്ലാ ലോ ടെൻഷൻ സർക്കാർ കണക്ഷനുകളിലും സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ആകെ 1,72,697 കണക്ഷനുകൾ ഇതിനകം സ്മാർട്ട് മീറ്ററുകളിലേക്ക് മാറി. മുഴുവൻ ഫീഡറുകളിലും സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ച് നാഷണൽ ഫീഡർ മോണിറ്ററിംഗ് NFMS സിസ്റ്റത്തിലേക്ക് കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിലും നിലവിൽ പോസ്റ്റ്പെയ്ഡ് രീതി തുടരും. എന്നാൽ സ്മാർട്ട് മീറ്ററിൽ നിന്നും ലഭിക്കുന്ന മീറ്റർ റീഡിംഗ് ഡാറ്റ ബില്ലിങ്ങിന് ഉപയോഗിക്കും. ആദ്യഘട്ട നടപടികൾ പൂർത്തിയാകുന്ന മുറക്ക് ഇവയും പ്രീപെയ്ഡിലേക്ക് മാറ്റുന്നതാണ്. സ്മാർട്ട് മീറ്റർ ഉപഭോക്താക്കൾക്ക് ബാലൻസ് പരിശോധിക്കുന്നതിനും റീചാർജ് ചെയ്യുന്നതിനുമായി
cportal.kcb.in എന്ന വെബ്സൈറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ KCB പ്ലസ് എന്ന മൊബൈൽ ആപ്ലിക്കേഷനും വൈകാതെ ലഭ്യമാകുന്നതാണ്. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾ ടോട്ടക്സ് മാതൃക പിന്തുടർന്നപ്പോൾ ഉപഭോക്താക്കളിൽ നിന്നും ഉയർന്ന നിരക്ക് അടിച്ചേൽപ്പിക്കുന്നത് ഒഴിവാക്കാൻ കേരളം സ്വന്തമായി ബദൽ മാതൃക തയ്യാറാക്കുകയായിരുന്നു. 15% കേന്ദ്ര സഹായം ലഭിക്കുന്ന ടോട്ടക്സ് മാതൃക അതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ പദ്ധതി നടപ്പിലാക്കാൻ ഈ ബദൽ രീതിയിലൂടെ കേരളത്തിന് സാധിച്ചു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം. 2026 ആഗസ്റ്റ് മാസത്തോടു കൂടി പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇസ്ക്രാമെക്കോ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ഈസിയ സോഫ്റ്റ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളാണ് കേരളത്തിലെ സ്മാർട്ട് മീറ്റർ പദ്ധതിയുടെ കരാർ എടുത്തിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പിലാക്കുന്നത് തുടങ്ങിയിട്ടുണ്ട്. റീചാർജ് ചെയ്യേണ്ടി വരും. ഇത് നടപ്പിലാക്കിയിട്ടുള്ള സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, അതായത് കൂടുതൽ വൈദ്യുതി ബില്ല് വരുന്ന 3 ഫേസ് കണക്ഷൻ ഉള്ള ഉപഭോക്താക്കൾക്കെല്ലാം ഇതിനകം സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പല ആളുകൾക്കും സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് റീചാർജ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ബാലൻസ് പരിശോധിക്കാനും KCB പ്ലസ് ആപ്പിലൂടെ സാധിക്കും. ആപ്പ് ഉടൻ പുറത്തിറങ്ങും. www.cportal.kcb.in എന്ന വെബ്സൈറ്റിലും ഇത് സാധിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഇതുവരെയും ബൈ.